വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിൽ പ്രതി അഫാനുമായി ഇന്നും തെളിവെടുപ്പ് നടത്തും. മാല പണയം വെച്ച സ്ഥാപനത്തിലും ചുറ്റിക വാങ്ങിയ കടയിലും എത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തുക. തുടർന്ന് ഉച്ചയോടെ അഫാനെ കോടതിയിൽ ഹാജരാക്കും. വിനയരാജുണ്ട് വിവരങ്ങളുമായി. വിനയ, ഇന്നാണ് കസ്റ്റഡി കാലാവധി തീരുന്നത്. ഇന്നത്തോടെ കൂടി തന്നെ തെളിവെടുപ്പ് പൂർത്തിയാക്കാൻ സാധിക്കുമോ? കാളദാസ്, എന്തായാലും ഇന്നും പ്രതി അഫാനുമായി തെളിവെടുപ്പ് നടത്തുമെന്ന് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്ന് കസ്റ്റഡി കാലാവധി അവസാനിക്കുകയാണ്. കസ്റ്റഡി കാലാവധി അവസാനിച്ച ശേഷം ഉച്ചയോടെ തന്നെ നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതിയിൽ അഫാനെ ഹാജരാകും. പ്രധാനമായും ഇപ്പോൾ അഫാനെ കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുന്നത് ഉമ്മുമ്മ സൽമ ബീവിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ പാങ്ങോട് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുന്നത്. ഇനി അച്ഛന്റെ സഹോദരന്റെയും ഭാര്യയുടെയും കൊലപാതകവുമായി ബന്ധപ്പെട്ട് അഫാനെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാൻ തന്നെയാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് അഫാനെ ഈ കൊലപാതകം നടത്തിയ ഉമ്മുമ്മയുടെ വീട്ടിലെത്തിച്ചും കൂടാതെ അഫാന്റെ വീട്ടിലെത്തിച്ചും തെളിവെടുപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നത്. ഉമ്മുമ്മയുടെ വീട്ടിൽ ഏകദേശം 10 മിനിറ്റോളം ഈ തെളിവെടുപ്പ് നീണ്ടു നിന്നിരുന്നു. കൂടാതെ തന്നെ സ്വന്തം വീടായിട്ടുള്ള അല്ലെങ്കിൽ വെഞ്ഞാറമൂടുള്ള സ്വന്തം വീട്ടിൽ ഏകദേശം 3/4 മണിക്കൂറോളം തെളിവെടുപ്പ് നടന്നിട്ടുണ്ടായിരുന്നു. കനത്ത സുരക്ഷയിൽ തന്നെയായിരുന്നു പ്രതി അഫാനെ ഈ തെളിവെടുപ്പിനായി എത്തിച്ചിട്ടുണ്ടായിരുന്നത്. നാട്ടുകാരടക്കം തന്നെ ഈ തടിച്ചുകൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ പ്രതിഷേധം ശക്തമാകുമെന്ന് കരുതിയെങ്കിലും വലിയ രീതിയിലുള്ള കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്നലെ ഏകദേശം 4:30യോടെയായിരുന്നു ഈ തെളിവെടുപ്പിന് വേണ്ടി അഫാനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. ഇന്ന് വീണ്ടും തെളിവെടുപ്പ് നടത്തും. ഇതിൽ പ്രധാനമായും ഈ കൊലപാതകം അല്ലെങ്കിൽ ആഭരണം പണയം വെച്ച ഉമ്മുമ്മയുടെ ആഭരണം പണയം വെച്ച ധനകാര്യ സ്ഥാപനത്തിലും കൂടാതെ തന്നെ ഈ ചുറ്റിക വാങ്ങിയ കടയിലും എത്തിച്ചാണ് ഇന്ന് അഫാനെ പ്രധാനമായും തെളിവെടുപ്പിന് കൊണ്ടുപോകുന്നത്. ഈ തെളിവെടുപ്പിന് ശേഷം ഉച്ചയോടെ തന്നെ നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതിയിൽ പ്രതിയെ ഹാജരാക്കുമെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഈ പൂജപ്പുര സെൻട്രൽ ജയിലിലായിരുന്നു പ്രതി അഫാൻ ഉണ്ടായിരുന്നത്. ഈ ഉമ്മുമ്മയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാങ്ങോട് പോലീസ് 3 ദിവസത്തെ കസ്റ്റഡിയിൽ വാങ്ങുകയായിരുന്നു. ഇന്നാണ് ആ കസ്റ്റഡി കാലാവധി അവസാനിക്കുകയും ചെയ്യുന്നത്. കൂടാതെ തന്നെ ഇനി മറ്റു കേസുകളിൽ കൂടി പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് പോലീസിന്റെ തീരുമാനം. ആറ്റിങ്ങൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമായിരുന്നു ഇന്നലെ തെളിവെടുപ്പിന് വേണ്ടി പ്രതിയെ വീട്ടിലും മറ്റും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. തുടർന്ന് ഈ കൊലപാതകം അല്ലെങ്കിൽ എങ്ങനെയാണ് കൊലപാതകം നടത്തിയത് എന്നതുമായി ബന്ധപ്പെട്ട ഒരു വിശദമായിട്ടുള്ള തെളിവെടുപ്പ് തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നിട്ടുണ്ടായിരുന്നത്. ഇന്ന് വീണ്ടും പ്രതിയെ കൊണ്ടുപോകും. അല്ലെങ്കിൽ ധനകാര്യ സ്ഥാപനത്തിലും കൂടാതെ തന്നെ മറ്റ് കടകളിലും കൊണ്ടുപോയായിരിക്കും ഈ തെളിവെടുപ്പ് നടത്തുക. പ്രധാനമായും പോലീസ് അല്ലെങ്കിൽ വ്യക്തമാക്കുന്ന ഈ കൊലപാതകത്തിന് പിന്നിൽ ഈ സാമ്പത്തിക ബാധ്യത തന്നെയാണ് എന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. ഈ പണം ചോദിച്ചിട്ടും നൽകാത്തത് മൂലമാണ് ഉമ്മുമ്മയെ കൊലപ്പെടുത്തിയത് എന്നടക്കം തന്നെ അഫാൻ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. കൂടാതെ തന്നെ ഈ ആയുധമായി ചുറ്റിക എന്തിനാണ് തിരഞ്ഞെടുത്തത് എന്നതിലും അഫാൻ മൊഴി നൽകിയിട്ടുണ്ട്. പ്രധാനമായും കൊണ്ടു നടക്കാൻ പറ്റിയ ഒരു സാധനമാണ്. തലയ്ക്കടിച്ചാൽ കൊലപാതകം നടക്കുമെന്ന് അറിയാമായിരുന്നു എന്നാണ് പോലീസിനോട് കഴിഞ്ഞ ദിവസം അഫാൻ മൊഴി അടക്കം നൽകിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇന്നലെ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ നടന്നിരുന്നു. ഇന്നും വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലിന് തന്നെയാണ് തയ്യാറെടുക്കുന്നത്. അതിനുശേഷം പ്രതിയെ ഇന്ന് ഉച്ചയോടെ തന്നെ നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും. കാളിദാസ്. ശരി, വിനയരാജാണ് വിവരങ്ങൾ നൽകിയത്.